വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു തോരനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്, ക്യാബേജ് തോരൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള ക്യാബേജിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജ് രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മളത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോപ്പർ നമുക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സവാള എന്തും അരിയാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഓക്കെ, ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. ഇത് നമ്മൾക്ക് ക്യാബേജ് തോരൻ വയ്ക്കാനായിട്ട് വേറെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തും വയ്ക്കാം, അല്ല ക്യാബേജ് മാത്രമായിട്ടും വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ക്യാബേജ് മാത്രമായിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതെല്ലാം നുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക്, തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇനി വേണ്ടത്. അപ്പോൾ അതാ ഞാൻ ക്യാബേജ് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചതയ്ക്കാൻ ആവശ്യമുള്ള തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് റെഡിയാക്കിയിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുകിൻ്റെ കൂടെ ഞാൻ അരി പൊട്ടിക്കുന്നുണ്ട്. അരിയും കൊല്ലമുളകും കറിവേപ്പിലയും. അപ്പോൾ ഈ ക്യാബേജ്, ചീരത്തോരൻ, കപ്പങ്ങത്തോരൻ, ഇങ്ങനത്തെയൊക്കെ തോരൻ വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഈ അരി ചേർക്കുന്നത് ടേസ്റ്റ് കൂടും കേട്ടോ. ചില തോരനുകൾക്ക് നമ്മൾ ഉഴുന്നുപരിപ്പാണ് ചേർക്കുക. നമ്മൾ ഇടിയഞ്ചക്ക തോരനൊക്കെ വയ്ക്കുമ്പം ഉഴുന്നുപരിപ്പ് ആണ് അതിന് ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ആക്കുക. ഇതൊക്കെ നമ്മളുടെ അമ്മയൊക്കെ കറി വയ്ക്കുമ്പോൾ അങ്ങനെ കണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും ചോദിച്ചറിയില്ല, അങ്ങനെ കണ്ട് ശീലിച്ചതാണ്. അപ്പോൾ ഇതാ അരിഞ്ഞു വെച്ച ക്യാബേജിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അല്ലെങ്കിലും തോരനുകളിൽ കൂടുതലും പച്ചമുളക് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടാൻ നല്ലത്. അപ്പോൾ അതാ നമ്മൾ കടുകും അരിയും കൊല്ലമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചതും 2-3 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ, അത് നമ്മളുടെ ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ ക്യാബേജ് തോരൻ അധികം മഞ്ഞൾ കളർ ഇഷ്ടമുണ്ടാവില്ല, ആ വെളുത്ത കളറിൽ തന്നെ കഴിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് മഞ്ഞൾ കളർ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ. ഈ മഞ്ഞൾ എങ്ങനെ തയ്യാറാക്കി ഉണക്കി പൊടിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ അത് കാണുകയാണെങ്കിൽ. അപ്പോൾ അത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒക്കെ ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ക്യാബേജൊക്കെ പെട്ടെന്ന് വേവിട്ടോ, ഒരുപാട് വെന്ത് ഇങ്ങനെ അലിന്ന് പോകുന്ന രീതിയിൽ ക്യാബേജ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കഴിക്കുമ്പം ചെറുതായിട്ടൊന്നെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് തോരനുകൾക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഇനി അവിടെ ഇരുന്നൊന്ന് ഇതാവണം. ഇതിലേക്ക് ഇനി ഞാൻ പറഞ്ഞോളൂ, നമ്മൾ ചതയ്ക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒതുക്കിയെടുത്തു കേട്ടോ. തേങ്ങ, ചുവന്നുള്ളി, കുറച്ച് കാന്താരിയും സാധാ മുളകോ എങ്ങനെയായാലും കുഴപ്പമില്ല, വെളുത്തുള്ളി, ഇത്രയും ചേർത്തിട്ട് ചതച്ചെടുത്തിട്ട് ഇത് ചതച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാബേജ് അരിഞ്ഞതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കഷ്ണം സവാളയും ഇടാം കേട്ടോ, അതും കുറച്ച് ടേസ്റ്റ് ഇതാക്കും. സവാള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സവാള ചേർത്താലും നല്ലതാണ്, 2 രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഏത് പാചകം പഠിക്കുന്ന തുടക്കക്കാർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന ഇതാണ് നമ്മളുടെ തോരനൊക്കെ പറയുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് തരിക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.